We have to study about jump statements in C++. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ ദ ഡെഫിനിഷൻ ഓഫ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓർ കോൾഡ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയുമ്പോൾ മനസ്സിലാക്കുക എന്താണ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്കുള്ള ഒരു ചാട്ടം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്, നമ്മൾ പ്രോഗ്രാം കൺട്രോളിനെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രോഗ്രാമിൽ, അത് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യാതെ അടുത്തൊരു ഭാഗത്തേക്ക് പോവുക. ഇതാണ് ഇതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ 4 ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് റിട്ടേൺ, ദെൻ നെക്സ്റ്റ്, ഗോ ടു, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഈ 4 എണ്ണത്തിൽ നമ്മളിവിടെ മെയിനായിട്ട് പഠിക്കുന്നത് ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ ആണ്. അത് ഇതിൽ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മളൊരു ഫങ്ഷനിൽ നിന്നും പുറത്തേക്ക് വരാൻ, ആ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്തു അതിൽ നിന്നും പുറത്തേക്ക് വരിക എന്നുള്ളതുകൊണ്ടാണ് റിട്ടേൺ ഉപയോഗിക്കുന്നത്. റിട്ടേൺ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇൻറ്റു മെയിൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അവസാനം റിട്ടേൺ 0 എന്ന് കൊടുത്താൽ ക്ലോസ് ചെയ്യാറ്. അപ്പോൾ ആ ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തു സക്സസ്ഫുള്ളായി എന്ന് കാണിക്കാൻ നമ്മൾ റിട്ടേൺ 0 എന്ന് നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള 3 എണ്ണം ഗോ ടു, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ആണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷൻ കൂടിയുണ്ട് ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, എക്സിറ്റ് എന്ന് പറയുന്നത്. അതൊരു ഫംഗ്ഷനെ ടെർമിനേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ എക്സിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സിറ്റും റിട്ടേണും നമ്മളിവിടെ കാര്യമായിട്ട് പറയേണ്ടതില്ല, അത് ഇതിൻ്റെ വഴിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, അതിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ ഗോ ടു, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ദെൻ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. Then what is go to statement? The definition of the go to statement is the go to statement can transfer the program control to anywhere in the function എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എനിവേർ ഇൻ ദ ഫങ്ഷൻ. അതായത് നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് പ്രോഗ്രാം കൺട്രോളിനെ എവിടേക്ക് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് ഗോ ടുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗോ ടുവിൻ്റെ സിൻടാക്സ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ സിൻടാക്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അതിലുള്ള വാക്കുകൾ ഉപയോഗിച്ചതൊക്കെ നോക്കുക. ഗോ ടു എന്ന് പറയുന്ന കീവേഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ലേബൽ എന്ന് പറയുന്നത് നമ്മൾ എവിടേക്കാണ് നമ്മുടെ പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ലേബൽ കൊടുത്തിട്ടുണ്ടാവും. അതൊരു ഐഡൻറ്റിഫയറാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോ ടു ലേബൽ എന്ന് പറഞ്ഞാൽ ആ ലേബലിലേക്ക് പോകാം. ലേബൽ എന്ന് കൊടുക്കുന്ന ഭാഗത്ത് ഗോ ടു ലേബലിൽ സെമിക്കോളൻ കൊടുക്കും. ലേബൽ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കോളനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഗോ ടു ലേബൽ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിൻ്റെ സെഗ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് 1 മുതൽ 50 വരെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റ് i = 1 സെമിക്കോളൻ ദെൻ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ലേബലാണ്. സ്റ്റാർട്ട് എന്ന് പറയുന്നത് ലേബലാണ്. സി ഔട്ട് ഐ. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യും. ദെൻ പ്ലസ് ഐ എന്ന് കൊടുത്തിട്ടുണ്ട്, ഐയുടെ വാല്യൂ 2 ആവും. ദെൻ അവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്, ഈഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഐയുടെ വാല്യൂ 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. 50 താഴെയാണോ ഐയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ നമ്മൾ നോർമലി എന്താണ് ഗോ ടു സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഗോ ടു സ്റ്റാർട്ട് എന്ന് കൊടുക്കുമ്പോൾ എന്താ, എഗെയിൻ സ്റ്റാർട്ട് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ പോകുന്നു. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ. ഗോ ടു സ്റ്റാർട്ട്. അപ്പോൾ സ്റ്റാർട്ടിലേക്ക് പോകുമ്പോൾ എഗെയിൻ എന്താണ്, സ്റ്റാർട്ട് മുകളിൽ കൊടുത്തിട്ട് മുകളിലേക്ക് പോകുന്നത്. സ്റ്റാർട്ടിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, സി ഔട്ട് ഐ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, സി ഔട്ട് ഐ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 2 ആയിട്ടുണ്ട്, 2 പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ 2 പ്രിൻറ്റ് ചെയ്തു, 1 പ്രിൻറ്റ് ചെയ്തു, ദെൻ 2 പ്രിൻറ്റ് ചെയ്തു. ദെൻ 2 എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ 2 + 1 എന്താവുന്നു, 3 ആവുന്നു. ദെൻ 3 ഈഫിലേക്ക് വരികയാണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 കണ്ടീഷൻ എഗെയിൻ ട്രൂ. ദെൻ ഗോ ടു സ്റ്റാർട്ട്. എഗെയിൻ സ്റ്റാർട്ടിലേക്ക് പോകണം, മുകളിലേക്ക് വന്നു. അപ്പോൾ സി ഔട്ട് ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്, 3 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. 3 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ 3 + 1. അപ്പോൾ എന്താവുന്നു, ഐയുടെ വാല്യൂ പ്ലസ് ഐ അല്ലേ. അപ്പോൾ എന്താണ് ഐയുടെ വാല്യൂ 4 ആവുന്നു. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ദെൻ ഗോ ടു സ്റ്റാർട്ട്. അപ്പോൾ സ്റ്റാർട്ടിലേക്ക് പോകുമ്പോൾ എന്താണ്, സി ഔട്ട് ഐ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, എഗെയിൻ 4 ആയിട്ടുണ്ട്. എഗെയിൻ 4. അപ്പോൾ 1 2 3 4 ഇങ്ങനെ ഏത് വരെ പ്രിൻറ്റ് ചെയ്യുന്നു, 50 വരെ പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ 50 വരെ പ്രിൻറ്റ് ചെയ്യുന്നു പറയുമ്പോൾ പ്രോസസ്സ് ഗോ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിലേക്ക് പോകുന്നു. അങ്ങനെ 50 വരെ പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനാണ് നമ്മൾ പ്രോഗ്രാം കൺട്രോളിനെ നമ്മൾ നേരെ
മറ്റൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതാണ് ഗോ ടു ലേബൽ. അപ്പോൾ ഗോ ടു എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നു. ദെൻ സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ലേബലാണ്. ലേബൽ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കുക, ഐഡൻറ്റിഫയറാണ്, അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇതാണ് നമ്മൾ ഗോ ടുവിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഗോ ടുവിൻ്റെ ഉപയോഗം പ്രോഗ്രാം കൺട്രോളിനെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് വരാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അപ്പോൾ ഐയുടെ വാല്യൂ ഇങ്ങനെ ആഡ് ചെയ്ത് 50 കഴിഞ്ഞ് 51 ആകുമ്പോൾ 50 + 1 51, 50 വരെയും പ്രിൻറ്റ് ചെയ്തു. 50 + 1 51 ആകുമ്പോൾ എന്താണ്, 51 ≤ 50 എന്ന് പറയുമ്പോൾ ഗോ ടു സ്റ്റാർട്ട് ആവുമോ, ഇല്ല. അത് കണ്ടീഷൻ ഫോൾസ് ആവുമ്പോൾ ഒരിക്കലും ഗോ ടു സ്റ്റാർട്ട് ആവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്ര നേരം എന്താ നമ്മൾ പറഞ്ഞത്, 50 വരെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഗോ ടു സ്റ്റാർട്ട് എന്ന് കൊടുക്കുന്നത് എപ്പോഴാണ്, ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കുമ്പോഴാണ്. കണ്ടീഷൻ ഈഫിനകത്താണ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ ഗോ ടു സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ടുള്ളത് ഈഫിനകത്താണ്. അപ്പോൾ ഈ ഈഫ് ഫോൾസ് ആവുന്നു, ഈഫ് കണ്ടീഷൻ ഫോൾസ് ആവുന്നു. അപ്പോൾ എന്താ, 51 ≤ 50 എന്ന് കൊടുത്താൽ എന്താണ്, കണ്ടീഷൻ ഫോൾസ് ആവുന്നു. അപ്പോൾ എന്താണ്, ഗോ ടു സ്റ്റാർട്ട് വർക്ക് ചെയ്യില്ല, നേരെ പുറത്തേക്ക് ഇറങ്ങും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 1 to 50 ഓൾറെഡി പ്രിൻറ്റഡ് ആയിരിക്കും അതിനോടൊപ്പം. ഓക്കെ, ഇതാണ് നമ്മൾ പ്രോസസ്സ്. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഇരിക്കുന്നിടത്തോളം കാലം അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഗോ ടു സ്റ്റാർട്ട് എന്ന് കൊടുക്കുമ്പോൾ ഓരോ തവണയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഔട്ട്പുട്ട് 1 to 50 വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നു. ഇതാണ് ഗോ ടുവിൻ്റെ ഉപയോഗം. അപ്പോൾ ഗോ ടുവിൻ്റെ ഉപയോഗം എന്താ മനസ്സിലാക്കേണ്ട, ഒരു കണ്ടീഷൻ അവിടെ നമ്മൾ കൊടുക്കുകയാണ്, എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഗോ ടു നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഗോ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ആ ലേബൽ കൊടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, അവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇത് ഒരുമിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതും ഒരു ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ, ഇറ്റ് ടേക്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ ഇമ്മീഡിയറ്റ് എൻക്ലോസിങ് ലൂപ്പ് എന്നാണ് പറയുന്നത്. എന്താണ് ഇത്, നമ്മളൊരു ലൂപ്പിൽ നിന്നും പ്രോഗ്രാം കൺട്രോളിനെ അതിനെ ക്ലോസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള, അതിനെ അവസാനിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്കറിയാം എന്തിനാണ് നമ്മൾ സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്വിച്ചിനകത്ത് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാറ്. എന്തിനാണ് ഉപയോഗിക്കാറ്, നമ്മൾ ആ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് ബ്ലോക്കിൽ നിന്ന് നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ചെയ്യില്ല. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ നോക്കാം. അപ്പോൾ ഒരു വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. I = 1 while I < 10 then C in num എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മിലേക്കൊരു വാല്യൂ പോകുന്നുണ്ട്. ഈ വാല്യൂ നമ്മൾ നോക്കുകയാണ്, ഈ nums = 0, I < 10 ആണ് ഓൾറെഡി കണ്ടീഷൻ കൊടുത്തിട്ടുള്ള, ഐയുടെ വാല്യൂ 1 ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നം എന്നതിലേക്ക് ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ വാല്യൂ കൊടുക്കുന്ന വാല്യൂ നമ്മൾ nums = 0 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരെ പുറത്തേക്ക് വരണം എന്നാണ്. ഇനി നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ ഒരു 0 അല്ലാത്ത നമ്പർ ആണെങ്കിൽ ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യില്ല. അതായത് നം = 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരണം, പിന്നെ ഒന്നും എൻ്റർ ചെയ്യില്ല. ദെൻ 0 അല്ല എങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നില്ല. ദെൻ എന്താണ്, എൻ്റേർഡ് നമ്പർ ഈസ് നം എന്ന് വെച്ചാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ്, എൻ്റേർഡ് നം ഈസ് നമ്പർ ഈസ് നം എന്ന് പറയുമ്പോൾ നമ്മിനകത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു നമ്പർ ആണെങ്കിൽ ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. സി ഔട്ട് നമ്മൾ /n കൊടുത്തിട്ട് ഇൻസൈഡ് ദ ലൂപ്പ് എന്ന് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. ++i നമ്മൾ ഐയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഐയുടെ വാല്യൂ ഓൾറെഡി 1 ആണ്, അത് 2 ആക്കുന്നു. ദെൻ നമ്മൾ എന്താണ്, ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എഗെയിൻ മുകളിലേക്കാണ് പോവുക, ലൂപ്പ് അവസാനിക്കുന്നില്ല. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ഐയുടെ വാല്യൂ 2 ആവുന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കൊടുക്കുന്നത്, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ നമ്മിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, ഇപ്പം ഇവിടെ നമ്മൾ ഓരോ തവണയും എക്സിക്യൂട്ട് ചെയ്യുകയാണ്. നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് എഗെയിൻ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആവുന്നു. 2 < 10 എന്ന് കൊടുക്കുന്നു. അപ്പോഴും എഗെയിൻ നിങ്ങളൊരു വാല്യൂ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ എഗെയിൻ 0 = 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ എൻ്റേർഡ് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, നം പ്രിൻറ്റ് ചെയ്യണം. ദെൻ എന്താണ്, നമ്മൾ /n ഇൻസൈഡ് ദ ലൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, അടുത്ത ലൈനിൽ
എന്ത് ചെയ്യണം, ഇൻസൈഡ് ലൂപ്പ് എന്നുള്ളത് പ്രിന്റ് ചെയ്യണം പ്ലസ് പ്ലസ് ആയി. ഐയുടെ വാല്യൂ എഗെയിൻ ഇൻക്രിമെന്റ് ചെയ്യുന്നു, ഐയുടെ വാല്യൂ എത്രയാവുന്നു, എഗെയിൻ 3 ആവുന്നു. അപ്പോൾ ഇങ്ങനെ 10 തവണ 10 നമ്പർ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനിടയ്ക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ എപ്പോഴെങ്കിലും 0 ആണെങ്കിൽ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരും. ഇത്രയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അതായത് ഐയുടെ വാല്യൂ 1 മുതൽ 10 വരെ 10 നമ്പേഴ്സ് നിങ്ങൾക്ക് 10 തവണ നിങ്ങൾക്ക് നം എന്ന് പറയുമ്പോൾ 10 നമ്പേഴ്സ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനിടയ്ക്ക് നിങ്ങൾ രണ്ടാമതോ മൂന്നാമതോ ഏതെങ്കിലും ഒരു തവണ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് 0 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്നു, പിന്നെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും, കംസ് ഔട്ട് ഓഫ് ദ ലൂപ്പ് എന്നാണ് ഔട്ട്പുട്ട് വരിക. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ബ്രേക്കിൻ്റെ പ്രത്യേകത. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യുന്നു എന്നാണ്. വൈൽ ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്തു എന്നാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ഒരു പ്രോഗ്രാം കൂടെ നമുക്കിവിടെ സെഗ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഫോർ i is equal to 1, i less than or equal to 5 പ്ലസ് i എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ് നമ്മൾ സി ഔട്ട് എഗെയിൻ കൊടുത്തിട്ടുണ്ട്, സി ഔട്ട് /n. നമ്മൾ നേരത്തെ ആ സ്റ്റാർസിൻ്റെ പ്രോഗ്രാം എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്റ്റാർസിൻ്റെ പ്രോഗ്രാം നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പോൾ അതിൽ /n സി ഔട്ട് /n എന്തിനാണ് കൊടുത്തത്? ഒരു തവണ അടുത്ത ലൈൻ, നമ്മൾ ഒരു ലൈന് കഴിഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്താൽ അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് /n. അപ്പോൾ അതുപോലെ ഇവിടെ ഫോർ j is equal to 1, then j is less than or equal to i, then plus j എന്ന് കൊടുത്തിട്ടുണ്ട്, സി ഔട്ട് സ്റ്റാർ. ദെൻ ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അതിന് ശേഷം ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. എന്താണ്? if j is equal to 3 then ബ്രേക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇവിടെ എപ്പോഴും ചെയ്യുകയാണെങ്കിലും ജയുടെ വാല്യൂ 3 ആവുമ്പോൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ആവുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ ഇതൊന്ന് പ്രോസസ്സ് വർക്കൗട്ട് ചെയ്ത് പറഞ്ഞുതരാം. ഐയുടെ വാല്യൂ 1 ആണ്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ആണ്, നേരെ അകത്തേക്ക് വരുന്നു, /n അടുത്ത ലൈൻ ഓൾറെഡി വരും. ദെൻ j is equal to 1, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടീഷൻ ട്രൂ ആണ്, ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു. ദെൻ ജയുടെ വാല്യൂ 2 ആവുന്നു, അപ്പോൾ എന്താണ്, കണ്ടീഷൻ ഫോൾസ് ആവുന്നു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടീഷൻ ഫോൾസ് ആവുന്നു. ദെൻ സ്റ്റാർ പ്രിന്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റാർ പ്രിന്റ് ചെയ്തോടൊപ്പം സി ഔട്ട് സ്റ്റാർ പ്രിന്റ് ചെയ്തോടൊപ്പം അടുത്ത if j is equal to 3 ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ജയുടെ വാല്യൂ 1 ആയിരുന്നു, 1 equal to 3 ആണോ? അല്ല. ബ്രേക്ക് ചെയ്യോ? ഇല്ല. നേരെ ജയുടെ വാല്യൂ 2 ആയി, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ് ആണ്, നേരെ പുറത്തേക്ക്. ദെൻ ഐയുടെ വാല്യൂ 2 ആവുന്നു, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ. ദെൻ സി ഔട്ട് നമ്മൾ /n അടുത്ത ലൈനിലേക്ക് പോകുന്നു. ദെൻ ഫോർ ജയുടെ വാല്യൂ 1, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാവുന്നു. ദെൻ എന്താണ്, ഐയുടെ വാല്യൂ 2 ആവുമ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കണ്ടീഷൻ ട്രൂ ആണ്. ദെൻ സി ഔട്ട് സ്റ്റാർ, ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നു, ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു. ദെൻ അടുത്ത് ജയുടെ വാല്യൂ 2 ആവുന്നു, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സി ഔട്ട് സ്റ്റാർ, അടുത്ത സ്റ്റാറും പ്രിന്റ് ചെയ്തു. രണ്ടാമത്തെ ലൈനിൽ ആദ്യത്തെ സ്റ്റാറും രണ്ടാമത്തെ സ്റ്റാറും പ്രിന്റ് ചെയ്തു. ദെൻ പ്ലസ് ജയുടെ വാല്യൂ എന്താണ്, 3 ആവുന്നു, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കണ്ടീഷൻ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കണ്ടീഷൻ ഫോൾസ് ആവുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 3 ആവുമ്പോൾ ഇവിടെ ഓരോ തവണയും 1 ആയപ്പോഴും if 1 is equal to 3 ആണോ ചെക്ക് ചെയ്തു? അല്ല. 2 if സി ഔട്ട് സ്റ്റാർ എൻ്റർ ചെയ്തതിന് ശേഷം പ്രിന്റ് ചെയ്തതിന് ശേഷം ദെൻ എന്താണ്, if 2 is equal to 3 ആണോ? അല്ല. ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദെൻ ജയുടെ വാല്യൂ ഇവിടെ 3 ആയി, അപ്പോൾ 3 ആകുമ്പോൾ ഇവിടെ ഓൾറെഡി കണ്ടീഷൻ ഫോൾസ് ആയി, നേരെ പുറത്തേക്ക് പോകുന്നു. ദെൻ എന്താണ്, നമ്മൾ ഐയുടെ വാല്യൂ 3 ആവുന്നു, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ, സി ഔട്ട് /n എന്താണ്, അടുത്ത ലൈൻ മൂന്നാമത്തെ ലൈനിലേക്ക് പോകുന്നു. ദെൻ ഫോർ j is equal to 1, ജയുടെ വാല്യൂ 1 ആവുന്നു. ദെൻ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ ട്രൂ. ദെൻ എന്താണ്, സി ഔട്ട് സ്റ്റാർ, മൂന്നാമത്തെ ലൈനിൽ ഒന്നാമത്തെ സ്റ്റാർ. ദെൻ എന്താണ്, 1 ഈഫ് അവിടെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം, 1 ഈക്വൽ ടു 3 ആണോ? അല്ല. ഒബ്വിയസ്ലി എന്താണ്, അല്ല. ദെൻ ജയുടെ വാല്യൂ 2 ആവുന്നു, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടീഷൻ എന്താണ്, ഐയുടെ വാല്യൂ 3 ആണ്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ ട്രൂ തന്നെയാണ്. ദെൻ സി ഔട്ട് സ്റ്റാർ, മൂന്നാമത്തെ ലൈനിൽ രണ്ടാമത്തെ സ്റ്റാറും പ്രിന്റ് ചെയ്തു. ദെൻ if 2 ഈക്വൽ ടു 3 ആണോ? അല്ല. ദെൻ ജയുടെ വാല്യൂ 3 ആവുന്നു, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ ട്രൂ ആണ്. ദെൻ സി ഔട്ട് സ്റ്റാർ, മൂന്നാമത്തെ സ്റ്റാറോടെ പ്രിന്റ് ചെയ്തു. ദെൻ എന്താണ്, if
ജെ ഇസ് ഈക്വൽ ടു 3 എന്ന് പറയാണ്. ഇഫ് ജെ ഇസ് ഈക്വൽ ടു 3, അപ്പോൾ എന്താണ് ജെയുടെ വാല്യൂ 3 ആണ്. 3 ഈക്വൽ ടു 3 ബ്രേക്ക് ചെയ്യുന്നു, നേരെ ആ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നിട്ട് അടുത്ത ഈ ഔട്ടർ ലൂപ്പിലേക്ക് വരികയാണ്. പിന്നെ അവിടെ ജെയുടെ വാല്യൂ 3 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തൊന്നും 4 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, നേരെ എന്ത് ചെയ്യുന്നു പുറത്തേക്ക് വന്നിട്ട് ജെയുടെ വാല്യൂ ഐയുടെ വാല്യൂയിലേക്ക് വരുന്നു. ബ്രേക്ക് ചെയ്തു, അവിടെ ബ്രേക്ക് ചെയ്തു, ആ ലൂപ്പിനെ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു ഐയുടെ വാല്യൂ എത്രയാണ് നോക്കുന്നു. ഐയുടെ വാല്യൂ എത്രയാണ് ഇപ്പോൾ 3 ആയിരുന്നു, അത് 4 ആവുന്നു. 4 ലെസ് ദാൻ ഈക്വൽ ടു 5. 4 ലെസ് ദാൻ. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഔട്ട്പുട്ട് ഇങ്ങനെ ഇവിടെ മുറിഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ള ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവാത്തത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് 4 ആവുന്നു, എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഐയുടെ വാല്യൂ 4 ആവുന്നു. 4 ലെസ് ദാൻ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ. ദെൻ സി ഔട്ട് സ്ലാഷാണ് അടുത്ത ലൈനിലേക്ക് പോകുന്നു, 4ാമത്തെ ലൈനിലേക്ക് പോകുന്നു. ദെൻ എന്താണ് ജെയുടെ വാല്യൂ 1 ലെസ് ദാൻ ഈക്വൽ ടു 4 കണ്ടീഷൻ ട്രൂ. ദെൻ സ്റ്റാർ 4ാമത്തെ ലൈനിൽ 1ാമത്തെ സ്റ്റാർ. ദെൻ 1 ഈക്വൽ ടു 3 അല്ല. ദെൻ അടുത്ത് ജെയുടെ വാല്യൂ 2 ലെസ് ദാൻ ഈക്വൽ ടു 4. ദെൻ സ്റ്റാർ, അടുത്ത സ്റ്റാർ, അതും ഈക്വൽ അല്ല. ദെൻ 4ാമത്തെ ലൈനിൽ 2ാമത്തെ സ്റ്റാർ വന്നു, 3ാമത്തെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, ജെയുടെ വാല്യൂ 3 എന്നാവുന്നു. 3 ലെസ് ദാൻ ഈക്വൽ ടു 4 കണ്ടീഷൻ എന്താണ് എഗെയിൻ ട്രൂ. ദെൻ സ്റ്റാർ 3ാമത്തെ ലൈനിൽ 3ാമത്തെ സ്റ്റാർ വരുന്നു. ദെൻ എഗെയിൻ എന്താണ് ജെയുടെ അതും നമ്മൾ 3 ഈക്വൽ ടു 3 എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ 3ാമത്തെ ലൈനിൽ 3ാമത്തെ സ്റ്റാർ വന്ന് അതിനുശേഷം നമ്മൾ ഈഫ് ജെസ് ഈക്വൽ ടു 3 എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ എന്താണ് 3 ഈക്വൽ ടു 3 ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്താണ് ബ്രേക്കാണ്, നേരെ ബ്രേക്ക് ചെയ്യുന്നു. ഇനി ജെയുടെ വാല്യൂ 4ലേക്ക് പോകുന്നില്ല, നേരെ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്ത് എന്താണ് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എന്താണ് നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്ത് അവിടെ 3 സ്റ്റാറേ വരുന്നുള്ളൂ. ദെൻ അടുത്തത് ജെയുടെ വാല്യൂ 4 ആവുന്നു, 5 ആവുന്നു. 5 ലെസ് ദാൻ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ. ദെൻ എന്താണ് സ്ലാഷാണ് അടുത്ത ലൈനിൽ വരുമ്പോഴും ജെയുടെ വാല്യൂ 1. എഗെയിൻ ഇൻക്രിമെൻറ്റ് ചെയ്ത് സ്റ്റാർ വരുന്നു, മീൻസ് 1 ആണ്. ദെൻ ട്രൂ ആണ്, സ്റ്റാർ വരുന്നു. 5ാമത്തെ ലൈനിൽ സ്റ്റാർ വരുന്നു, 1ാമത്തെ സ്റ്റാർ. 2ാമത്തെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, സ്റ്റാർ വരുന്നു. 3ാമത്തെ സ്റ്റാർ ജെ പ്ലസ് 3 ആവുന്നു. 3 ലെസ് ദാൻ ഈക്വൽ ടു 5. ദെൻ സ്റ്റാർ 3ാമത്തെ സ്റ്റാർ വരുന്നു. ഇഫ് 3 ഈക്വൽ ടു 3 ദെൻ ബ്രേക്ക് ചെയ്യാണ്. അവിടെയും സ്റ്റാർ വരുന്നില്ല, 2 സ്റ്റാറുകൾ ബ്രേക്ക് ആയി പോകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇന്നർ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ടെർമിനേറ്റ് ചെയ്യുന്നു. ഇതാണ് ബ്രേക്കിന്റെ പ്രത്യേകത. അപ്പം നമുക്ക് എന്താണ് ആ ട്രയാങ്കിളിന്റെ ആ 2 സ്റ്റാർസും മിസ്സായപ്പോൾ തന്നെ ആ ട്രയാങ്കിൾ മിസ്സായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അവിടെ ടെർമിനേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. ടെർമിനേറ്റ് ചെയ്ത് ഇന്നർ ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ബ്രേക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 തവണ നമ്മളിവിടെ 3 തവണ ബ്രേക്ക് ചെയ്തു. ആ 1 തവണ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ നെക്സ്റ്റ് 2 തവണ ബ്രേക്ക് ചെയ്തപ്പോൾ അതിൻ്റെ നമ്മളവിടെ ഔട്ട്പുട്ടിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ, ഇതാണ് ബ്രേക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ബ്രേക്ക് എന്താണ് ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഫോഴ്സസ് ദ ടെർമിനേഷൻ ഓഫ് ദ ലൂപ്പ് എന്നാണ് പറയുന്നത്. എന്താണ് ഒരു ലൂപ്പിനെ അവസാനിപ്പിക്കാനാണ് നമ്മളിവിടെ ബ്രേക്ക് ഉപയോഗിക്കുക. അടുത്തെന്ന് പറയുന്നത് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് സെയിം ആണ്, ബ്രേക്കിൻ്റെ അതേ ഉപയോഗമാണ് കണ്ടിന്യൂ നമ്മളിവിടെ പറയുന്നത്. പക്ഷേ ചില മാറ്റങ്ങളുണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ എന്താണ് ബ്രേക്ക് എന്നുള്ളത് പഠിച്ചു. ഇറ്റ് ഫോഴ്സസ് ദ ടെർമിനേഷൻ ഓഫ് ദ ലൂപ്പ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്നത് ദ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഫോഴ്സസ് ദ നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് ദ ലൂപ്പ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് ദ ലൂപ്പ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നെക്സ്റ്റ് ഐട്രേഷൻ അത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വന്നാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അടുത്ത ഐട്രേഷൻ, അടുത്ത ലൂപ്പിങ്ങിനെ അത് സപ്പോർട്ട് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പോലെ പുറത്തേക്ക് വരില്ല, ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ അത് സ്കിപ്പ് ചെയ്യും, എന്നിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നതാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെയും എക്സാമ്പിൾ നമ്മളിവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇവിടെയും എന്താണ് നമ്മൾ ജമ്പിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ നമ്മൾ പറയാം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദ കോഡ് വിത്തിൻ ദ ലൂപ്പ് ബോഡി ആൻഡ് ഫോഴ്സസ് ദ നെക്സ്റ്റ് ഐട്രേഷൻ എന്ന് പറയും. ഒരു ഭാഗത്തെ സ്കിപ്പ് ചെയ്ത് അടുത്ത എന്താണ് ഐട്രേഷനെ അത് ഫോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത ഐട്രേഷനെ അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 4i = 1, i < 10, ദെൻ എന്താണ് നമ്മൾ പ്ലസ് i എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എഗെയിൻ ഇഫ് i = 6 കണ്ടിന്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. i = 6 കണ്ടിന്യൂ, ദെൻ സി ഔട്ട് i/t. നമ്മളിതിനെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഔട്ട്പുട്ടാണ് നോക്കേണ്ടത്. ഔട്ട്പുട്ടിലേക്ക് നേരെ നോക്കുക. എന്താ ഔട്ട്പുട്ടിൻ്റെ പ്രത്യേകത? ഇവിടെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു കോഡ് അവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ എന്താ പ്രത്യേകത നോക്കുക? 1 2 3 4 5 6 ഇല്ല. എന്താ മനസ്സിലാക്കേണ്ടത്? 1 2 3 4 5 7 8 9 10 ആവുള്ളത്.
6 ഇല്ല. എന്തുകൊണ്ടാണത്? ആ ഭാഗം സ്കിപ്പായത്. എന്തുകൊണ്ട് 6 പ്രിൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 10 വരെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ എന്താണ് മീൻസ് ഈ 1 ഈക്വൽ ടു 6 ആണോ? അല്ല. 1 ലെസ് ദാൻ ഈക്വൽ ടു 10 ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ടാണ് ഈ 1 ഈസ് ഈക്വൽ ടു 6ലേക്ക് പോയത്. 1 ഈക്വൽ ടു 6 ആണോ? അല്ല. അപ്പോൾ കണ്ടിന്യൂ ചെയ്യും. കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു കീവേഡ് അല്ലെങ്കിൽ ആ ഒരു ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നടക്കില്ല. അപ്പോൾ സി ഔട്ട് ഐ 1 പ്രിൻറ്റ് ചെയ്യുന്നു. അതുപോലെ 2 ഐയുടെ വാല്യൂ 2 ആവുന്നു. 2 പ്രിൻറ്റ് ചെയ്യുന്നു. 2 ഈക്വൽ ടു 6 ആണോ? അല്ല. 2 പ്രിൻറ്റ് ചെയ്യുന്നു. 3 പ്രിൻറ്റ് ചെയ്യുന്നു. 4 പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ 5 6 ആവുന്നു. 5 ഓക്കെ, 5 ലെസ് ദാൻ ഈക്വൽ ടു 10 അല്ലേ? ഓക്കെ, 5 ഈക്വൽ ടു 6 ആണോ? അല്ല. ദെൻ അടുത്ത് കണ്ടിന്യൂ വർക്ക് ആവുന്നില്ല. അടുത്ത് നേരെ എന്താണ് സി ഔട്ട് വർക്ക് ചെയ്യുന്നു. ദെൻ ഐയുടെ വാല്യൂ 6 ആവുന്നു. 6 ലെസ് ദാൻ ഈക്വൽ ടു 10. ഈ 5 ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 6 ഈക്വൽ ടു 6 എന്ന് പറയുന്നത്. ദെൻ കണ്ടിന്യൂ 6 ഈക്വൽ ടു 6. ദെൻ കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ 6 ഈക്വൽ ടു 6 ആണ്, ഈക്വൽ ആണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ വർക്ക് ചെയ്യുന്ന ട്രൂ ആണ്. കണ്ടിന്യൂ വർക്ക് ചെയ്യണം എന്നാണ് പറയുക. അപ്പോൾ കണ്ടിന്യൂ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത ആ സ്റ്റേറ്റ്മെൻറ്റിനെ വർക്ക് ചെയ്യില്ല. അത് ആ സി ഔട്ട് ആയി എന്ന് പറയുന്ന ആ ഭാഗം വർക്ക് ചെയ്യില്ല. നേരെ എങ്ങോട്ടാ പോവാം? അടുത്ത ഐട്രേഷനാ 6 എന്നുള്ളത് 7 ലെസ് ദാൻ ഈക്വൽ ടു 10. ഇനി 7 ഈക്വൽ ടു 6 ആണോ? അല്ല. അപ്പോൾ അതാണ് സംഭവിച്ചത്. 5 വരെ പ്രിൻറ്റ് ചെയ്തു. ദെൻ 6 എന്ന് പറയുന്ന ആ സി ഔട്ട് ആയി വരുന്ന 6 വരുന്ന ഐയുടെ വാല്യൂ 6 വരുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്തില്ല. അതുകൊണ്ടാണ് അതിനെന്ത് ചെയ്യുന്നു? സ്കിപ്പ് ചെയ്ത് അടുത്ത ഐട്രേഷനെ ഫോഴ്സ് ചെയ്യാണ്. അപ്പോൾ എന്താ 7 ആവുന്നു. ഐയുടെ വാല്യൂ 7 ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? 7 ലെസ് ദാൻ ഈക്വൽ ടു 10. ദെൻ 7 ഈക്വൽ ടു 6 ആണോ? അല്ല. ദെൻ എന്ത് ചെയ്യുന്നു? അത് കണ്ടിന്യൂ കൊടുക്കുന്നു. എന്ന് പറയുമ്പോൾ അവിടെ കണ്ടിന്യൂ വർക്ക് ആവുന്നില്ല എന്നർത്ഥം. 7 ഈക്വൽ ടു 6 ആണോ? അവിടെ കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടിന്യൂ വർക്ക് ആവുന്നില്ല. നേരെ എന്താണ് സി ഔട്ട് ഐ എന്ന് വെച്ചാൽ 7 വർക്ക് ആവുന്നു. ദെൻ 8 ആവുന്നു. 9 ആവുന്നു. 10 ആവുന്നു. 11 ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഫോൾസ് ആവുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് 1 to 10 ഔട്ട്പുട്ട് കിട്ടി. പക്ഷേ 6 വന്ന ഭാഗം എന്ത് ചെയ്തു? അത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളതേ, പാർട്ട് ഓഫ് ദ കോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഒരു കോഡിങ്ങിൻ്റെ ഒരു ഭാഗത്തെ സ്കിപ്പ് ചെയ്യാനാണ് നമ്മൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? ഗോ ടു, ബ്രേക്ക്, ദെൻ കണ്ടിന്യൂ. ഓക്കെ, ഇതിൽ